ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളും നോമ്പ് നോക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്ന സമയവുമാണ് ഈ റംസാൻ നോമ്പുകാലം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ലോകത്തിന്റെ ഒരു ഭാഗത്തുള്ള മുസ്ലിങ്ങൾ ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ആഹാരം കഴിക്കുന്നു എന്ന് മാത്രമല്ല, ആഹാരം കഴിക്കുന്നതിൻ്റെ വീഡിയോ അത് എടുത്ത് അധികൃതർക്ക് അയച്ചു നൽകണം എന്ന ഔദ്യോഗികമായ ഉത്തരവും ഒരു രാജ്യം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത്തരം വാർത്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ നൽകാത്തത് എന്ന് ചോദിച്ചാൽ, ഈ ഇടത് ജിഹാദി പ്രൊഫൈലുകളും ഈ ആ, ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പിന്താങ്ങുന്ന കുറേ മാധ്യമങ്ങളുമുണ്ട്. അവരാരും ഈ വാർത്തകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ പത്രങ്ങളിൽ വരെ, എന്തിനേറെ പാകിസ്ഥാൻ പോലും അവരുടെ പത്രങ്ങളിൽ പോലും ഇത്തരം വാർത്തകൾ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയാണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ നോമ്പ് സമയത്ത് ആഹാരം കഴിക്കുകയും ആ കഴിക്കുന്ന വീഡിയോ എടുത്ത് സർക്കാരിന് ഔദ്യോഗികമായി അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അത് മറ്റൊരിടവുമല്ല, ചൈനയിലാണ്. ചൈനയിലെ ആ, ഉയ്ഗൂർ മുസ്ലിംസ് ആണ് ഇത്തരത്തിൽ നോമ്പുകാലത്ത് ആഹാരം കഴിക്കുന്നത്. ഒരാൾ പോലും ആഹാരം കഴിക്കാതിരിക്കരുത്. കഴിക്കുന്ന ഉയ്ഗൂർ മുസ്ലിംസ് എല്ലാവരും ആഹാരം കഴിക്കുന്ന വീഡിയോ എടുത്ത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കർശന നിർദ്ദേശമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വടക്ക് സിച്വാൻ പ്രവിശ്യയിലാണ് ഉയ്ഗുർ മുസ്ലിങ്ങൾ ചൈനയിൽ കൂടുതലായി താമസിക്കുന്നത്. ഈ ഉയ്ഗുർ മുസ്ലിംസിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, അവർ കൂടുതലും വിവേചനം നേരിടുകയും അക്രമങ്ങൾ നേരിടുകയും ചെയ്യുന്നവരാണ്. അടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അവർ നടത്തുന്നത്. അവരുടെ ദൈനംദിന ജീവിതത്തെ പോലും ഈ ചങ്കിലെ ചൈന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ അടിച്ചമർത്തുകയാണ്. അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈന അതിന് പറയുന്ന കാരണങ്ങൾ നമുക്കൊരു പരിധി വരെ അത് ശരിയാണെന്ന് തോന്നിപ്പോവും. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വിഘടനവാദവും തീവ്രവാദവും മുസ്ലിം ഐഡന്റിറ്റിയും വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചൈന അതിനായി പറയുന്ന ഒരു അവകാശവാദം. അതുകൊണ്ടാണ് അവരെ ഇത്രമാത്രം വിവേചനപരമായും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ പോലും അടിച്ചമർത്തുന്ന തരത്തിലേക്ക് ചൈന ഇടപെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങൾ റംദാനിൽ നോമ്പെടുക്കുന്നില്ല എന്നുറപ്പാക്കാൻ ചൈനീസ് അധികൃതർ വീഡിയോ തെളിവുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത്. ഈ വ്രതാനുഷ്ഠാനം അവസാനിക്കുന്ന ചെറിയ പെരുന്നാൾ ദിനം വരെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്നത് വീഡിയോയിൽ പകർത്തി അയച്ചു കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഡൗയിൽ ഒരാൾ പങ്കുവച്ച വീഡിയോ ഉദ്ധരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സിൻജിയാങ് പ്രവിശ്യയിൽ താമസിക്കുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെല്ലാം ഈ നിബന്ധന ബാധകമായിരിക്കുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ആളുകളെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് വീഡിയോ അയച്ചു കൊടുക്കേണ്ടതെന്ന് ഡൗനിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വീഡിയോയിൽ ഒരു ഉയ്ഗൂർ വിഭാഗക്കാരൻ പറയുന്നുണ്ട്. അവർ പറയുന്നത്, തങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണത്രേ, അതായത് തങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ആശുപത്രിയിലോ മാർക്കറ്റിലോ എവിടെ പോയാലും ഓരോ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കണം. ഓരോ ദിവസത്തെയും തെളിവ് ഫോണിൽ സേവ് ചെയ്ത് വച്ചിരിക്കുകയും ചെയ്യണം. മാത്രമല്ല, ഈ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ ആരാധനാ കർമ്മമാണ് ഈ നോമ്പ് ദിവസങ്ങളിൽ ഈ പിന്നെ നോമ്പെടുക്കുന്നത്, റംസാൻ മാസങ്ങളിൽ നോമ്പെടുക്കുന്നത്. ഇത് വർഷങ്ങളായി സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈന നോമ്പെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മതഭീകരവാദത്തെ എതിർക്കാനെന്ന പേരിലാണ് ചൈനയുടെ ഈ നടപടി. ഇതിനു പുറമെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കാനോ മുസ്ലിം അവധി ദിവസങ്ങൾ ആഘോഷിക്കാനോ അനുവദിക്കാറില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിങ്ങൾ നോമ്പെടുക്കാറില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള വിവരം പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യയുടെ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഉയ്ഗൂർ പോലീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മേഖലയിലുള്ള ആർക്കും റംദാനിൽ നോമ്പെടുക്കാൻ അനുവാദമില്ല എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്.
ഈ വീഡിയോ ഒക്കെ തെളിവുകൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഉയ്ഗുർ മുസ്ലിങ്ങൾ റംദാൻ മാസത്തിൽ നോമ്പെടുക്കാതിരിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിത ജോലികൾ ചെയ്യിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൂട്ടമായി കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയോ ശുചീകരണ പ്രവർത്തികളിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ റിപ്പോർട്ടുകൾ, ഈ ഫ്രീ ഏഷ്യ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ പറയുന്നു. 12 ദശലക്ഷത്തോളം ഉയ്ഗുർ മുസ്ലിങ്ങളാണ് സിൻജിങ്യാൻ പ്രവിശ്യയിലുള്ളത്. ഇവരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിശ്വാസികളാണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിങ്ങൾ അവർ ഈ നിർബന്ധമായി എടുക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നോമ്പെടുക്കൽ എന്ന് പറയുന്നത്. ഈ കഠിനമായ ചൂട് സമയത്തും അവർ അത്രത്തോളം ബുദ്ധിമുട്ടി. അവർ രാവിലെ അവരുടെ ഒരു ബുദ്ധിമുട്ടിനപ്പുറം അവർ അത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതാണ് അതിലൂടെ അവർ പറയാതെ പറയുന്നത്. ഈ ചൂട് സമയത്തും തുപ്പൽ പോലും ഇറക്കാതെ, റിപ്പീറ്റ്, ഈ ചൂട് സമയത്തും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവർ ദൈവത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ട് അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ, അല്ലെ കേരളത്തിലല്ല, എല്ലാ ചില മുസ്ലിം രാഷ്ട്രങ്ങളിൽ, മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിൽ, കേരളത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് നോമ്പ് തുറ സമയത്ത്, അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾ നേരിടുന്ന, ഇന്ത്യയിൽ തന്നെ ഏകദേശം 40 ലക്ഷത്തോളം ഉയ്ഗൂർ മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ അവർ വിവേചനം നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അവർ കുടിയേറ്റക്കാരാണെങ്കിൽ പോലും ഇന്ത്യയിൽ അവർ കുടിയേറ്റക്കാരാണെങ്കിൽ പോലും ഈ 40 ലക്ഷം ഉയ്ഗൂർ മുസ്ലിംസുകൾ സുരക്ഷിതമായാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. പക്ഷേ ഈ ചൈനയെപ്പോലുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നോമ്പെടുക്കാൻ പോലും കഴിയാത്ത 12 ദശലക്ഷം ഉയ്ഗൂർ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും, ഉയ്ഗൂറുകാരിൽ ഭൂരിഭാഗവും മുസ്ലിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭൂരിഭാഗം മുസ്ലിംസിനും നോമ്പെടുക്കാൻ കഴിയില്ല എന്നുള്ളതും അവർക്കതിനുള്ള അനുവാദമില്ല എന്നുള്ളതും, അവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ അത് അയച്ചു കൊടുക്കാൻ ഔദ്യോഗികമായ വെബ്സൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇനി ഒരു ദിവസം അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വീഡിയോ മൊബൈലിൽ സേവ് ചെയ്ത് പിന്നീട് അധികാരികൾ ചോദിക്കുമ്പോൾ, ആ ദിവസത്തെ ചോദിക്കുമ്പോൾ വീഡിയോ ക്ലിപ്പ് അവർക്ക് അയച്ചു കൊടുക്കുകയോ കാണിക്കുകയോ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്ന, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോലും ഇടപെടത്തക്ക രീതിയിലേക്ക് ചൈന മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളെ ഏത് തരത്തിൽ, ഇപ്പോൾ അവർ വിഘടനവാദം ഉണ്ടാക്കുന്നവരാണ്, തീവ്രവാദികളാണ്, അല്ലെങ്കിൽ തീവ്രവാദത്തെ വളർത്തുന്നവരാണ്, മുസ്ലിം ഐഡൻറ്റിറ്റി പ്രചരിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ വിശ്വാസമാണത്. ആ വിശ്വാസത്തെ പോലും അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലേക്ക് അവരെ അടിച്ചമർത്തുന്ന ഈ ചൈനയുടെ നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. മാധ്യമങ്ങൾക്കൊക്കെ ഇതൊന്നും ആവശ്യമില്ല. അവരുടെ ആവശ്യം BJP എന്തെങ്കിലും കാട്ടുന്നുണ്ടോ, ഹിന്ദുക്കൾ എന്തെങ്കിലും കാട്ടുന്നുണ്ടോ, അവരുടെ നെഞ്ചത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ്.